ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ്. അതിന് വേണ്ട ഡിസൈൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ത്രെഡും നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ കാണിക്കുന്ന സമയത്ത് ത്രെഡിൻ്റെ നമ്പർ കൂടെ കാണിക്കണമെന്ന്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നമ്പേഴ്സ് ഒന്ന് കാണിക്കാം. കണ്ടോ, 046 റെഡിൻ്റെ ഷെയ്ഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡാർക്ക് റെഡ് ആൻഡ് ലൈറ്റ് റെഡ്. അതേപോലെ ഡാർക്ക് റെഡിൻ്റെ നമ്പർ വരുന്നത് 047, അതായത് 046 ആൻഡ് 47 ആണ് ചെറീസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. 0256 ആണ് ഗ്രീൻ ലീവ്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെമ്മും ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് സാരി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പിക്ചർ സാരിയുടെ താഴെ വെച്ചിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കാർബൺ പേപ്പർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പെൻസിലും HB പെൻസിലാണ്. HB പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്ത പെൻസിൽ. HBയുടെ തന്നെ പല സൈസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പെൻസിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് വരയ്ക്കുവാണെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. പിക്ചർ വേണ്ടവർ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യുക. ചില പോർഷൻസൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഫ്രെയിം ഫിക്സ് ചെയ്യാം. ഫാസ്റ്റ് അടിക്കാതെ കാണിക്കുവാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. അതേപോലെ വീഡിയോ കുറച്ച് ലാഗിങ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിക്കുന്നത്. കറക്റ്റായിട്ട് ഫ്രെയിം വെക്കുക. അതിനുശേഷം നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതിലൊരു 2 ചെറിയിൽ ഷെയ്ഡ് ഇട്ട് കൊടുക്കാമെന്ന്, ഡാർക്ക് റെഡ് ആൻഡ് ലൈറ്റ് റെഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ചെറിയുടെ മേളിലത്തെ പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ഡാർക്ക് റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 3/4 ഭാഗം വരുന്നിടത്തോളം ഞാൻ ഈ ഡാർക്ക് റെഡ് കളർ യൂസ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാർട്ടീഷൻ പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എൻ്റെ ഏകദേശം ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഏത് ചെറിയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാം. സ്പെസിഫിക് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചെയ്തേക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാതെയും ചെയ്യാം. നമ്മൾ ഒത്തിരി ടൈം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെറീസ് ഫില്ല് ചെയ്യാം. ഇതിൽ ഞാനൊരു 3 ചെറിയ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചേക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ത്രെഡിനിടയ്ക്കൊന്നും ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഫില്ലിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫില്ലായി വരണം. ഗ്യാപ്പ് വരുവാണെങ്കിൽ നമ്മൾ പിക്ചർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗിയിൽ ആ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതേപോലെ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 3 strands ത്രെഡ് എടുത്തിട്ട് അത് 2ആയിട്ട് മടക്കി 6 strands ആക്കിയിട്ടാണ് ചെറി തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. 6 strands ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു തിക്നെസ് നമുക്ക് ആ ഒരു ചെറിയുടെ പ്രൊജക്ഷനും കിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ചെറിയുടെ ബഞ്ചസ് കൂടി കാണിക്കാം കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ വർക്ക് നീറ്റാണെങ്കിലേ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിലെല്ലാം ഞാൻ 2 ചെറിയാണ് ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സിംഗിൾ കളർ കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതെല്ലാവർക്കും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരി ആയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. സാരിയിൽ തന്നെ ചെയ്യണമെന്നില്ല, ചുരിദാറിൽ ചെയ്താലും ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ ഇതിലെങ്ങനെയാണ് ലീഫ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം. ലീഫ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്ത് ലീഫ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ വീഡിയോയിലെല്ലാം ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ മാക്സിമം വിസിബിളായിട്ടുള്ള രീതിയിൽ ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. ലീവ്സ് ചെയ്യാനായിട്ട് ഞാൻ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു സിംഗിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സും സ്റ്റെമ്മും ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഇതൊരു ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് കളേഴ്സ് ഇട്ടൊരു കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സിംഗിൾ കളർ ഗ്രീൻ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് തീം എന്നതിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ ഒറ്റ കളർ ത്രെഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 2 കളർ ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീനിൻ്റെ കുറച്ച് ഡാർക്ക് കൂടി യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഏതായിരിക്കും ഭംഗിയെന്ന് ചെയ്ത് കഴിയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാറുള്ള പോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഒന്ന് മാറ്റി മറിച്ചൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ.
ഇപ്പോൾ നമ്മൾ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുർത്തിയുടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ചെറീസ് ചെയ്ത ഭംഗിയായിരിക്കും. അതേപോലെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസും നമുക്ക് ഈ ഒരു കളറിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹറിബറിയായിട്ട് ചെയ്യാതെ മാക്സിമം നീറ്റായിട്ട് ടൈം എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്രെയിം തിരിച്ചൊക്കെ പിടിക്കാവുന്നതാണ്. ഒരേ ഡയറക്ഷനിലേക്ക് പിടിച്ച് തന്നെ ഫുൾ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ സൈഡിലേക്ക് ഫ്രെയിം പിടിച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാം. സ്റ്റെം ചെയ്യാനായിട്ട് ഇതിൽ പല സ്റ്റിച്ചസ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് സ്റ്റെം സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്ത് ഈ ചെറീസിൻ്റെ സ്റ്റെം ചെയ്താൽ നന്നായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം സ്റ്റിച്ച് എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. ചെറിയുടെ സ്റ്റെം ചെയ്തതിന് ശേഷം ചെറിയും സ്റ്റെമ്മും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ലൈൻ പോലെ ഇട്ട് കൊടുക്കുക. അത് ഞാനിവിടെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതും കൂടി ഒന്ന് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അപ്പോൾ ചെറിയുടെ ഒരു തണ്ട് വന്നിരിക്കുന്ന കറക്റ്റായിട്ട് അതിൽ ജോയിൻ്റ് ആയ പോലെ ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അതും കൂടി വരുമ്പോഴേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന പിക്ചർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പാർട്ടും ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ചെറിയുടെ ബാക്കി പാർട്ട് ഫില്ല് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള റെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എടുത്തിരിക്കുന്ന റെഡ് കളറിൻ്റെ ഷെയ്ഡ് 046 ആൻഡ് 047 ആണ്. അപ്പോൾ ഞാൻ 046 എടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിലെ അത് ഫില്ല് ചെയ്യുവാണ്. അതിനായിട്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ലോങ് ആൻഡ് ഷോർട്ട് ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം. അതേപോലെ ചെറിയുടെ പ്രൊജക്ഷൻ ഒട്ടും കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് 6 strands ത്രെഡ് തന്നെ യൂസ് ചെയ്യുക. 6 strands ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ക്ലോത്തിൽ ഹോൾസ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 3 strands എടുക്കുക. എന്നിട്ട് നീഡിൽ കോർത്തതിന് ശേഷം മടക്കി കെട്ടിയെടുക്കുമ്പോഴേക്കും നമുക്ക് 6 strands ആയിട്ട് കിട്ടും. അപ്പോൾ അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വർക്ക് നീറ്റായിട്ട് ചെയ്യുക. നീറ്റായിട്ട് ചെയ്താലാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വേറൊരു പ്ലെയിൻ ക്ലോത്തിൽ എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഒന്നോ രണ്ടോ ചെറീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നല്ല സാരിയിലോ കുർത്തിയിലൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഒരു ചെറി, ഷെയ്ഡഡ് ചെറി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറീസിൻ്റെ ഒരു ബഞ്ച് കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് സിംഗിൾ കളർ ചെറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഡാർക്ക് കളർ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ലോങ് സ്റ്റിച്ച് എന്ന് പറയാം. ഇതിന് എവിടെ നിന്നാണോ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് എൻഡ് ചെയ്യുന്ന പോർഷനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ നീറ്റായിട്ട് ചെയ്യുക കേട്ടോ. ഇടയ്ക്ക് നൂലൊക്കെ കെട്ടുപിടിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പതുക്കെ നല്ല വൃത്തിയിൽ കിട്ടുന്ന വിധത്തിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കെട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്തത്. സിംഗിൾ കളറിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ച് അതിൽ കൂടെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. എപ്പോഴും നമ്മൾ ഇതേപോലത്തെ സ്ക്വയർ അതേപോലെ സർക്കിളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയാൽ തന്നെ അതിൻ്റെ ഷേപ്പ് പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല നീറ്റായിട്ട് കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതേപോലെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 6 strands ത്രെഡാണ്. ഹാഫ് സൈഡ് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഹാഫ് കൂടി ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ചെറീസ് കംപ്ലീറ്റ് ചെയ്യാം. ഒരുവിധം ഫാസ്റ്റായിട്ട് തീർക്കാനായിട്ടാണ് ഞാൻ 2 ചെറി മാത്രം ഷെയ്ഡ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ചെറീസ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കൂടി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെറീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഏരിയാസിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് കളർ ഇടുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഡാർക്ക് കളർ ഇട്ടാലും കാണാനായിട്ട് ഭംഗിയായിരിക്കും. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. ക്രിസ്മസ് സ്പെഷ്യൽ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും പറയണമെങ്കിൽ അതെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. Thank you for watching. We'll meet soon.